ഇപ്പം ചാക്കോച്ചനായിട്ട് ജ്യോതിയുടെ ആദ്യത്തെ മൂവിയാണ്. അപ്പൊ രണ്ടുപേരും പ്രൊഡ്യൂസേഴ്സ് കൂടിയാണ്. അപ്പം ഈ ആക്ടർ എന്ന ചാക്കോച്ചനും പ്രൊഡ്യൂസർ എന്ന ചാക്കോച്ചനും എങ്ങനെയാണ് പറയുന്നത്? ചാക്കോച്ചനുമായിട്ട് ഞങ്ങള് ഡയറക്റ്റ് മൂവി ഇങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്ത് എനിക്ക് തോന്നുന്നു കല്യാൺ രാമനിൽ ഉണ്ടെങ്കിലും അങ്ങനെ ഞങ്ങൾക്ക് ഒരു വലിയൊരു ഒരുമിച്ചുള്ള സീൻസ് അധികം ഇല്ല. സീനിയേഴ്സ് എന്ന് പറയുന്ന സിനിമയിൽ ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് സ്ക്രീൻ സ്പേസ് എടുക്കുന്നില്ല. പക്ഷെ ഇതിലാണ് ഞങ്ങൾ ത്രൂ ഔട്ട് ഒരു അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചത്. എനിക്ക് ചാക്കോച്ചനെ അതുവരെ എനിക്ക് അത്രയ്ക്ക് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് എന്താണ് അമ്മ ഷോയിന് കാണുകയും അങ്ങനെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്തു എന്നൊക്കെ അല്ലാതെ അധികം പരിചയം ഉണ്ടായിരുന്നില്ല. ഈ സിനിമയിൽ വന്ന ശേഷമാണ്. പക്ഷെ ഭയങ്കര ഒരു അടിപൊളി മനുഷ്യനാണ്, ഭയങ്കര കൂളാണ്. പ്രൊഡ്യൂസർ എന്ന രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് അത്രയ്ക്ക് വലിയ ടെൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ അമൽ ആ ടെൻഷൻസ് എല്ലാം ഞങ്ങൾക്ക് തന്നിട്ടില്ല. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് റിലാക്സ്ഡ് ആയിരുന്നു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ. കോ ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ചാക്കോച്ചൻ ഭയങ്കരമായിട്ട് മറ്റ് കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളെയും ഭയങ്കര കംഫർട്ടബിൾ ആക്കി അവരുടെയും പെർഫോമൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒത്തിരി എന്താ പറയുന്നത്, ഇപ്പം അവരുടെ സീൻ ഇല്ലെങ്കിൽ പോലും നമ്മുടെ സീനും നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലോസപ്പ് എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് അതൊരു നന്നായി പെർഫോം ചെയ്യാൻ ഒരുപക്ഷെ അസിസ്റ്റൻസ് ഡയറക്ടേഴ്സും ഒക്കെ ഡയലോഗൊക്കെ പറഞ്ഞു തരും ഓപ്പോസിറ്റ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റിന്റെ ഒച്ചയിൽ നമ്മുടെ ആ ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് ആ റിയാക്ട് ചെയ്യുന്നതിന് ഒരു വ്യത്യാസമുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ചാക്കോച്ചൻ എന്ന് പറഞ്ഞാൽ ആ എഫേർട്ട് എടുക്കുമായിരുന്നു. മൂവി ടോട്ടാലിറ്റിയിൽ ആ മൂവിയുടെ ഏറ്റവും നന്നായി മൂവി വരണമെന്ന് എല്ലാവരുടെയും ഒപ്പം തന്നെ വിചാരിച്ചിരുന്ന ഒരാളാണ്. ഡെഫിനറ്റ്ലി പുള്ളി പ്രൊഡ്യൂസറും കൂടിയാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നി ഒരു പക്ഷേ അദ്ദേഹം പ്രൊഡ്യൂസർ അല്ലായിരുന്നെങ്കിൽ പോലും അങ്ങനെ കൂടെ നിൽക്കുന്ന ഒരു മനസ്സുള്ള ഒരാളാണ്. ഇപ്പം ഈ സിനിമ ജ്യോതിയുടെ ഋതു ഇതിലേക്കൊക്കെ വരുമ്പോഴും ജ്യോതി എന്നൊരു പ്രൊഡ്യൂസർ എഴുതി കാണിക്കുന്നുണ്ട് ആദ്യം. അപ്പം അമലിനോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് പോയത് നിങ്ങൾ തന്നെ? ഡെഫിനറ്റ്ലി സെയിം ഹൗസ് സെയിം പോക്കറ്റ്, അതിന്റെ ഒരു സ്വാതന്ത്ര്യം. അതെ 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 അതെ. കാരണം അമലിന്റെ ഇപ്പം ജ്യോതി ഒരുപാട് സിനിമകൾ ഇപ്പൊ തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അമലിന്റെ സെറ്റിലേക്ക് വരുമ്പോഴും അതായത് നിങ്ങളുടെ സെറ്റിലേക്ക് വരുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്തായിരിക്കും മറ്റു സെറ്റിൽ നിന്നും കണ്ടിട്ടുള്ള? സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഫീൽ അല്ലേ? എല്ലാ പരിചയക്കാര് നമ്മുടെ വീട്ടില് നമുക്ക് പിന്നെ എന്ത് ഇതുണ്ടെങ്കിലും നമ്മളോട് തന്നെ ആൻസറബിൾ ഉള്ളൂ. മറ്റേത് അങ്ങനെയല്ലല്ലോ. നമുക്ക് അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ അപ്പൊ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം എന്തായിരിക്കും? കാരണം നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ എന്തായിരിക്കും നമ്മൾ കൂടുതൽ ആ സെറ്റിൽ ഉണ്ടാവണം എന്നൊക്കെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? എല്ലാവർക്കും ഒരേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാവരും കംഫർട്ടബിൾ ആയിരിക്കണം. എന്നാലേ നമ്മളൊരു ടീം വർക്ക് ശരിയാവുള്ളൂ എന്ന് അമലും വളരെയധികം വിചാരിക്കുന്ന ഒരാളാണ്. അത് തന്നെ എന്താണ് ഞാനും വിചാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ടീം ഏറ്റവും കംഫർട്ടബിളായി അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാം, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. അതൊക്കെ തന്നെയാണ്.